നമ്മൾ റേക്കി ഹീൽ കൊടുക്കണം. അത് ക്ലെൻസ് ആയിട്ട് ആ വികാരങ്ങൾ, ആ ട്രോമ ക്ലെൻസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനാണ് ഇത് തരുന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ തരാം, പിന്നീട് ബാക്കി ഞാൻ പിന്നീടും തരാം. ഒന്ന്, വയറുവേദന. കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് വയറുവേദന. എന്തോ തടസ്സപ്പെടുന്നതിന്റെ ഒരു ഭയമാണ് ഈ വയറുവേദന ഉണ്ടാവാനുള്ള കാരണം. എന്തോ തടസ്സപ്പെടുന്നതിനുള്ള ഒരു ഭയം. പിന്നെ ഈ ബോയിൽസ്, കുരുക്കൾ, ബോയിൽസ് പറയില്ലേ, പരു എന്നൊക്കെ പറയത്തില്ലേ, പരുക്കള്. അതെങ്ങനെയാ? ഉപദ്രവിക്കപ്പെടുന്നതില് നമുക്ക് തിരിച്ചുണ്ടാവുന്ന പ്രതികാര വികാരം. നമ്മളിങ്ങനെ ഉപദ്രവിക്കപ്പെടും, അപ്പൊ നമുക്ക് അവരോട് പ്രതികാരം തോന്നാം നമ്മുടെ മനസ്സിൽ. ആ പ്രതികാര ചിന്തയാണ് ഉണ്ടാവുക. പിന്നെ പലതരത്തിലുള്ള വേദനകളുള്ള ആൾക്കാരുണ്ടാവും. കാലുവേദന, മുട്ടുവേദന, കൈവേദന, ഇവിടെ വേദന, ഇവിടെ വേദന, അങ്ങനെ വേദനകൾ. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള യാചനയാണ്, തഴുകപ്പെടാനുള്ള അഭിവാഞ്ച. പിന്നെ ഈ സിസ്റ്റ് ഇല്ലേ, സ്വയം വിദ്വേഷം. അതായത് നമ്മളോട് തന്നെ നമുക്ക് ദേഷ്യം വരിക. ചില ആൾ പറയില്ലേ, ഒരു സ്വയം സ്ത്രീയായിട്ട് ജനിച്ചാൽ അവർക്ക് സ്ത്രീ ആവണ്ടായിരുന്നു, സ്ത്രീ ആയിട്ട് ജനിക്കണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ തോന്നും. ചിലപ്പോ ചില ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നും. അതൊക്കെ സിസ്റ്റിലേക്ക് എത്തിക്കും. പിന്നെ അഡിക്ഷൻ, ആസക്തി ഇല്ലേ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, അങ്ങനെയുള്ള ആസക്തി. നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ഓടി ഒളിക്കുക, സ്വയം സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ ഈ അഡ്രിനാൽ ഗ്രന്ഥിയുമായിട്ടുണ്ടാവുന്ന എന്ത് രോഗവും, നമ്മളെ ആരോ കീഴടക്കി വച്ചിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, സ്വയം ശ്രദ്ധിക്കാതിരിക്കുക. പിന്നെ ഈ വാർദ്ധക്യം ഉണ്ടാവുന്നതിന് മുൻപ് ചില ആളുകൾക്ക് ജരാനരകൾ വരും അല്ലെ. ചെറുപ്പക്കാർക്കൊക്കെ മുടിയൊക്കെ വെളുത്തു പോകുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ. നരബാധിക്കാരുണ്ടല്ലോ ചെറുപ്പക്കാർക്ക് വരെ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രായാധികാവാതെ. വാർദ്ധക്യത്തിന് മുമ്പ് ജരാനരകൾ വരിക. സമൂഹത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ടുപോയിട്ടുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ, അമിതമായിട്ടുള്ള പഴയ പഴഞ്ചൻ ചിന്താഗതികൾ, അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി ഈ ജരാനരകൾ ബാധിക്കാനുള്ള കാരണമായി പറയുന്നത് കേട്ടോ. പിന്നെ എയ്ഡ്സ് രോഗം, എയ്ഡ്സ് പ്രതികരണശേഷിയും പ്രതീക്ഷയും അസ്തമിച്ചു എന്ന ഒരു തോന്നല്, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തോന്നല്, നല്ലവനായിരുന്നില്ല ഞാൻ എന്ന വിശ്വാസം, ഞാൻ നല്ലവനായിരുന്നില്ലല്ലോ എന്നുള്ളത്, സ്വയം നിഷേധിക്കുന്ന ഭാവം. അടുത്തത് മദ്യപാനം, ആൽക്കഹോളിസം, മദ്യപാനം. ഇനി ഒരു രക്ഷയുമില്ല എന്നൊരു തോന്നൽ, നിരാശ ബോധം, സ്വയം തിരസ്കരിക്കുക, സ്വയം തന്നെ കുറ്റവും കുറവും ഉള്ളവൻ എന്ന കാഴ്ചപ്പാട്. എല്ലാവരും ഓഡിയോ മാത്രം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേ. ഓഡിയോ മാത്രം ഞാൻ പറയും ഓൺ ചെയ്താൽ മതിയേ. ഓഡിയോ, വീഡിയോ അല്ല പറഞ്ഞ ഓഡിയോ. ഇനി അലർജി, പൊതുവെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു അസുഖമാണ് അലർജി. അത് അലർജി എന്തുകൊണ്ടാ? എല്ലായ്പ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുക, എല്ലായ്പ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുക, ആരെയും
എന്തിനേയും വകവെക്കാതിരിക്കുക, കീഴ്വഴങ്ങാനുള്ള സൗമനസ്യം ഇല്ലായ്മ, സ്വന്തം കഴിവിലുള്ള വിശ്വാസക്കുറവ്. അലർജി ഉണ്ടാവാനുള്ള ഒരു കാരണം ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിപ്പോ നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ റേക്കി ദീക്ഷ സ്വീകരിച്ച് നിങ്ങൾ റേക്കി ചെയ്യുമ്പോ നിങ്ങൾക്ക് അലർജി ഉണ്ട് എങ്കിൽ ഈ അലർജിയുടെ ഭാഗങ്ങളിൽ നമുക്ക് ഹീൽ ചെയ്യാം. ഓക്കെ, മൂക്കടപ്പൊക്കെ ചിലപ്പോ വരുമായിരിക്കും, ചില ആളുകൾക്ക് ചൊറിയായിരിക്കും, റേഷസ് ഉണ്ടാവുമായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ആ ഭാഗത്തൊക്കെ നമുക്ക് ഹീൽ കൊടുക്കുമ്പോ ഈ വികാരഭാവത്തിലേക്ക് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ വികാരഭാവത്തെ ഹോൺഷ സീഷോനൻ എന്ന നമ്മുടെ ഡിസ്റ്റൻസ് സിമ്പിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ഹീല് കൊടുക്കേണ്ടതുണ്ട്. അത് ആ ക്ലാസ് എത്തുമ്പോൾ ഞാൻ പഠിപ്പിക്കും. ഗീതുവിന് ഒരുപക്ഷെ അറിയായിരിക്കും, മറ്റുള്ളവർ പുതുക്കക്കാരാണ്, അവർക്ക് അങ്ങനെയുള്ള ഈ ഇത്തരം രീതികളെ ഹീൽ ചെയ്യേണ്ട രീതി അവിടെ പഠിപ്പിക്കും. ഇനി ആർത്തവത്തിന്റെ പ്രശ്നങ്ങൾ, മെൻസ്ട്രൽ പ്രോബ്ലംസ്, സ്ത്രീയായി ജനിച്ചതിലുള്ള വിഷമം, സ്വയം വിദ്വേഷം തോന്നുക, വേണ്ടായിരുന്നു, സ്ത്രീ ആവണ്ടായിരുന്നു, മതിയായി, സഹിച്ച് മതിയായി എന്നൊക്കെ ചില സ്ത്രീകൾ പറയും. ഇങ്ങനെ ആർത്തവത്തിലെ പ്രശ്നം വരുമ്പോ ഓവർ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുമ്പോ ദേഷ്യം വന്നിട്ട് പറയും ആവണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ. അപ്പൊ അതൊക്കെ ഈ പ്രശ്നത്തിലാണ് വരിക. ഓർമ്മക്കുറവ് അറിയപ്പെടുന്ന രോഗമല്ലേ ഓർമ്മക്കുറവ്. മെയിൻ കാരണം ഒന്ന് ഭയം, രണ്ട് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുവാൻ ശ്രമിക്കുകയാണ് അവര് സ്വന്തം ജീവിതത്തിൽ നിന്ന്. പിന്നെയോ കഴിഞ്ഞ കാര്യങ്ങള് ഓർമ്മിക്കാനുള്ള ശക്തി പോലും ഇല്ല അവർക്ക്, കെൽപ്പില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവനവന് വേണ്ടി വാദിക്കാനുള്ള കഴിവും ഇല്ല. ഒന്നും ഓർമ്മിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നല്. പഴയ ദുരനുഭവങ്ങളൊക്കെ ആയിരിക്കും, ഒന്നും ഓർക്കാത്തയാ നല്ലത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുകയും അവരിപ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ അവരെ വായിൽ നിന്ന് തനിയെ വീഴുന്നത് ആ വാക്ക്, എന്ത് ഒന്നും ഓർക്കാതിരിക്കുന്നതാ നല്ലത്, അങ്ങനെ വന്ന ആൾക്കാർ. പിന്നെ അനീമിയ, ഈ വളർച്ചാ രോഗങ്ങൾ ഉണ്ടല്ലോ, അനീമിയ. ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നുന്നേ, അവർ സംസാരത്തിൽ മനസ്സിലാവുന്ന ഒരു വാക്കുണ്ടാവും, ശരി നിങ്ങൾ പറഞ്ഞൊക്കെ ശരി, പക്ഷേ അങ്ങനെ ഒരു വാക്ക് യൂസ് ആക്കും അവര്, ശരി പക്ഷേ അങ്ങനെ യൂസ് ആക്കും. അങ്ങനെയുള്ള ഒരു മനോഭാവം. പിന്നെ ഈ ജീവിതത്തിനെ പേടിക്കുക, സ്വന്തം ജീവിതത്തെ പേടി ഉണ്ടാവുക, ലോകത്ത് ഒന്നും നല്ലതല്ല എന്നൊരു തോന്നൽ. ഇതൊക്കെയാണ് അനീമിയയുടെ ആത്മീയ കാരണങ്ങൾ. ഇനി ആക്സിഡൻസ് ഉണ്ടാവും, ചില ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവനവന് വേണ്ടി നിലനിൽക്കാനുള്ള കഴിവില്ലായ്മ, അധികാരികളോടുള്ള വെറുപ്പ്, അല്ലെ? നമ്മളെക്കാൾ ഉയർന്ന ബോസിനോടൊക്കെ നമുക്ക് തോന്നുന്ന വെറുപ്പ്, അമിതമായ എതിർപ്പും ആക്രമണ ചിന്തകളും, അമിതമായിട്ടുള്ള ദേഷ്യം, ഇത്തരം കാര്യങ്ങള് പതിയെ 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 ആക്സിഡന്റൽ മനോഭാവത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഒട്ടുമിക്ക സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു അസുഖം എന്താണെന്നറിയോ? ഉപ്പൂറ്റി വേദന, മരവിപ്പ്, അല്ലെ? കാലിന്റെ ഉപ്പൂറ്റി വേദന. അത് വഴക്കമില്ലായ്മ, സ്വയം കുറ്റബോധം, സുഖവും സ്വസ്ഥതയും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. ഇനി വിശപ്പില്ലായ്മ കേട്ടോ, വിശപ്പില്ലായ്മ. വിശപ്പില്ലായ്മക്ക് വിശപ്പില്ലായ്മക്ക് എന്താ കാരണം? സ്വയം നിരാകരിക്കുക, തർക്കിക്കുക, അമിതമായിട്ടുള്ള ഭയം ഉണ്ടാവുക, സ്വയം പീഡിപ്പിക്കുക. ഇനി രക്തക്കുഴല് ചുരുങ്ങുക, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പൊ അതില് തടസ്സങ്ങള്, രക്തക്കുഴല് ചുരുങ്ങുക, മനസ്സിലായില്ലേ? തടസ്സങ്ങള്, മാനസിക പിരിമുറുക്കങ്ങള്, വളരെ ഇടുങ്ങിയ ചിന്താഗതി ആവുക, ഒന്നിനോടും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവില്ല.
മറ്റു വ്യക്തികളോടുള്ള അവർ മറ്റു വ്യക്തികളില് നന്മ കാണാൻ കഴിയില്ല. അവരുടെയൊക്കെ കുറ്റങ്ങൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. മനസ്സിലായില്ലേ? മറ്റു വ്യക്തികളുടെ നന്മകൾ കാണാൻ ശ്രമിക്കാതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് കാണുക. അതൊക്കെയാണ് എന്റെ കാരണങ്ങൾ. ഇനി സന്ധിവാദം. സന്ധിവാദം കേട്ടിട്ടില്ലേ? സന്ധിവാദത്തിന്റെ കാരണം ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, അങ്ങനെ ഒരു തോന്നല്. അമിതമായിട്ട് വിമർശിക്കുക, വൈരാഗ്യത്തിനുള്ള ചിന്തകള്, പിന്നെയോ സാമ്പത്തിക പ്രശ്നങ്ങൾ, പണമില്ലായ്മ. ഇനി കൈകാലുകളിലുള്ള മരവിപ്പ്, കൈകാലുകളിലെ സന്ധിവാദം. കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ പോകാറ് ഇല്ലേ? അങ്ങനെയുള്ള കൈകാലുകളിലുള്ള ഇത്. അതോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ആഗ്രഹം. മനസ്സിലായോ? മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അമിതമായിട്ട് മറ്റുള്ളവരാൽ പീഡിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ. അമിതമായിട്ടുള്ള വിശപ്പ്, അതിന് കാരണം അമിത ഭയം, ദേഷ്യം, ജീവിതത്തില് സുരക്ഷിതത്വം ഇല്ല എന്ന് ഒരു തോന്നൽ, നമുക്ക് സുരക്ഷിതത്വം ഇല്ല എന്നൊരു തോന്നൽ. ഇനി ആസ്തമ. ആസ്തമ ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണത്. അതിന്റെ ആത്മീയ, വൈകാരിക, മാനസിക കാരണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേഹം ലഭിക്കാനുള്ള അമിതമായിട്ടുള്ള അഭിവാഞ്ച. സ്നേഹിക്കപ്പെടണം, ആരെങ്കിലും എന്നെ സ്നേഹിക്കണം എന്ന് തോന്നൽ. അതായത് സ്നേഹം ലഭിക്കാനുള്ള അഭിവാഞ്ച. എല്ലാവരും തന്നെ തിരസ്കരിക്കുന്നു എന്നൊരു തോന്നൽ. ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ. ആരൊക്കെയോ എന്നെ ഇങ്ങനെ കിടന്ന് ശ്വാസം മുട്ടിക്കുക എന്ന തോന്നൽ. ഇതൊക്കെയാണ് ആസ്തമയിലേക്ക് ഒരു വ്യക്തിനെ നയിക്കുന്നത്. ഇനി നടുവേദന. നടുവേദനന്റെ ഈ നമ്മുടെ മുകൾ ഭാഗത്തുള്ള നടുവിന്റെ മുകൾ ഭാഗത്തുള്ള വേദനയെ കുറിച്ചാണ് പറയുന്നത്. വികാര പ്രകടനങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ട്, വികാരങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ട്, മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും എന്റെ ചുമലിൽ തന്നെ, അങ്ങനെ തോന്നാം. നിങ്ങൾക്ക് ആർക്കും ഒന്നും നോക്കണ്ടല്ലോ, എല്ലാം എന്റെ തലയിലാ എന്നൊക്കെ പറയും ചില ആൾക്കാർ, അല്ലേ? അങ്ങനെയുള്ളവർക്കാണ് ഈ നടുവേദന ഇങ്ങനെ വരിക. ഇതെല്ലാം ഞാൻ തന്നെ താങ്ങേണ്ടതാണ് എന്ന് ചിന്ത, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പ്രാരാബ്ദം സ്വയം അങ്ങടെ ഏറ്റെടുക്കുക. മുകൾ ഭാഗത്തുള്ള നടുവേദനയാ പറയുന്നത്. ഇനി മധ്യഭാഗത്തുള്ള നടുവേദന, ഏകദേശം നടുവിന്റെ ഭാഗത്തൊക്കെ തോന്നുന്ന വേദന, കുറ്റബോധം. എല്ലാ പ്രശ്നങ്ങളും എന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ള തോന്നല്. ഇനിയിപ്പോ നമ്മൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ലുംബാർ പെയിൻ ഉണ്ടല്ലോ, അല്ലെ? അതായത് നടുവിന്റെ താഴേ ഭാഗത്ത്, ആ നടു എല്ല് തീരുന്നതിന്റെ ആ താഴേ ഭാഗത്ത് നടുവേദന, സിയാറ്റിക്ക പോലത്തെ, അങ്ങനെ ലുംബാർ പെയിൻ എന്ന് പറയും. അതെന്താണെന്നറിയോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും, ധനത്തെ പറ്റിയിട്ടുള്ള അമിതമായിട്ടുള്ള ആകാംക്ഷ. ഇപ്പോ നമ്മൾ ചെയ്യുന്ന ജോലി എന്റെ സ്റ്റാറ്റസിന് പറ്റുന്നതൊന്നും അല്ല, എനിക്ക് ചെറിയ ജോലിയാ കിട്ടിപ്പോയത് എന്ന് തോന്നുക. ഗീതു, എന്റെ സ്റ്റാറ്റസിന് പറ്റുന്ന ജോലിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് തോന്നുക, അല്ലേ? എനിക്ക് കഷണ്ടി,
കഷണ്ടി വരിക എന്ന് പറയില്ലേ, കഷണ്ടി. ഭയം, മാനസിക പിരിമുറുക്കം, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ജീവിതം, ജീവിതം എന്നത് സ്മൂത്ത് ആണ് എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്തരം ആളുകൾക്ക്. ആണ് ഈ കഷണ്ടിയുടെ കാര്യം. ഇനി കുട്ടികളുടെ ഒരു കാര്യത്തെ കുറിച്ചാണ്. അതായത് കിടക്കയിൽ മൂത്രമൊഴിക്കുക. അച്ഛനോടോ അമ്മയോടോ ഉള്ള അമിതമായിട്ടുള്ള പേടി. കുട്ടികൾ ഈ കിടക്കയിലേക്ക് നാലാം ക്ലാസ് 3-ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴേ കിടക്കയിൽ മൂത്രമൊഴിച്ച് നമ്മൾ പേടിപ്പിക്കരുത് കൂടുതലായിട്ട്, അറിയാണ്ടൊക്കെ പറ്റിപ്പോയാല്. കാരണം എന്താ അറിയോ, അച്ഛനോടോ അമ്മയോടുള്ള അമിതമായിട്ടുള്ള പേടിയും ഈ മൂത്രമൊഴിക്കാൻ കാരണം. അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ആയിട്ട് അമിതമായിട്ടുള്ള വെറുപ്പ് ഒരു കാരണമാണ്. വല്ലാണ്ട് നമ്മൾ വഴക്ക് പറയുമ്പോൾ ആ കുട്ടികളുടെ മൈൻഡിൽ ഒരു വെറുപ്പ് ഉണ്ടാവില്ല, എന്നെ എന്തിനാ ഇങ്ങനെ പറയണേ. അല്ലെങ്കിൽ ഈ കുട്ടീനെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ള ഒരു അർത്ഥം കൂടിയാണത്, ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള പേടി, ശിക്ഷിക്കപ്പെടുന്ന ഒരു ഭയം. ഇതൊക്കെയാണ് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിന്റെ ഒരു കാരണം. മൂത്രസഞ്ചി സംബന്ധിച്ചിട്ടുള്ള, മൂത്ര ആശയ സംബന്ധിച്ചുള്ള രോഗങ്ങൾ, അമിതമായിട്ടുള്ള ആകാംക്ഷ, പഴഞ്ചൻ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുക, എന്തും എന്നിൽ നിന്നും പുറത്തു പോകുമോ എന്നുള്ള ഒരു ഭയം. ഇനി ഹൈ BP, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പഴക്കമുള്ള മാനസിക പ്രശ്നങ്ങൾ. ട്രോമ എന്ന് പറയത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രോമ. ഇപ്പൊ നമ്മളൊരു BP റേക്കി ഹീൽ ചെയ്യുമ്പോ രക്തസമ്മർദ്ദത്തിലേക്ക് എന്ന് പറഞ്ഞ് ഹീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് പരിഹരിക്കപ്പെടാതെ അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാനസികമായിട്ടുള്ള ട്രോമാസ് എല്ലാം ക്ലിൻസ് ആവട്ടെ എന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് ഹോൻഷാ സീഷോൻ കൊണ്ട് അതിനായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഹീൽ കൊടുത്താൽ ഇത് മാറും. ഓക്കെ. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കടുത്ത മാനസിക പിരിമുറുക്കം, മാംസപേശികളെ വികസിപ്പിക്കാൻ കഴിയുന്നില്ല, മാനസിക ചലനങ്ങൾ ഇല്ല എന്ന ഒരു തോന്നൽ. ഇനി മലബന്ധം. പഴയ മാമൂലുകളെ നമ്മൾ മുറുകെ പിടിക്കുക, പഴയ ആ ചിന്തകള്, പഴയ രീതികൾ, അതിനൊക്കെ മുറുകെ പിടിക്കുക. പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആവുന്നില്ല. അതുപോലെ കഴിഞ്ഞ കാല പല സംഭവങ്ങളെയും നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. ഞാൻ ഷോക്കായി പോയി അങ്ങനെ പറയില്ലേ, അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല, അങ്ങനെയൊക്കെ പറയില്ലേ ചില ആളുകൾ. അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പിശുക്ക്, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. പിന്നെയോ, അല്ലെങ്കിൽ എല്ലാം എന്റെ കൺട്രോളിലായിരിക്കണം, ലോകത്തുള്ള എന്തായാലും ശരി എല്ലാം എന്റെ കൺട്രോളിലായിരിക്കണം എന്ന തോന്നല്. ഇതൊക്കെയാണ് മലബന്ധത്തിനൊരു കാരണം. അപ്പൊ മലബന്ധം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഹീൽ ചെയ്യുമ്പോ, മണിപൂര ചക്രത്തെയും ഒക്കെ നമ്മൾ ഹീൽ ചെയ്യുമ്പോ ഈ ഒരു നമുക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വികാരത്തെ നമ്മൾ ഹീൽ ചെയ്ത് കളയാം. അതിനാണ് ഇത് പഠിപ്പിക്കുന്നത് കേട്ടോ. ബ്രോങ്കൈറ്റിസ്, ചുമ, ബ്രോങ്കൈറ്റിസ് ചുമ ഉണ്ടാവത്തില്ലേ, അസുഖകരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം. അവരുടെ വീട്ടിലെ എന്നും വഴക്കും വാക്ക് തർക്കങ്ങളും, എന്നും വഴക്കും വാക്ക് തർക്കങ്ങളും അസുഖകരമായിട്ടുള്ള കുടുംബ അന്തരീക്ഷവും അവിടെയുള്ള വ്യക്തികൾക്ക് ബ്രോങ്കൈറ്റിസ് രോഗം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ബിലൂമിയ, പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നൊരു തോന്നൽ, സ്വയം തന്നെ ശിക്ഷിക്കാൻ തോന്നുക. പിന്നെ ചില ആൾ പറയില്ല, എന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് പറയില്ലേ, അങ്ങനെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നൊരു തോന്നൽ.
പിന്നെ അടുത്തത് ക്യാൻസർ. അമിതമായിട്ട് നമ്മളെ ഉപദ്രവിക്കപ്പെടുന്നോ എന്നൊരു തോന്നുക. നമ്മളെ അമിതമായിട്ട് ഉപദ്രവിക്കപ്പെടുകയാണല്ലോ എന്ന് തോന്നുക. അല്ലെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കാത്ത രീതിയിലുള്ള വ്യക്തിവൈരാഗ്യം. നമ്മള് മറ്റു വ്യക്തികളോട് വൈരാഗ്യ ബുദ്ധി നമുക്കുണ്ടായാല് ഒരിക്കലും ഞാൻ നിന്നോട് ക്ഷമിക്കൂല, ഒരിക്കലും ഞാൻ പൊറുക്കില്ല, അങ്ങനത്തെ ഒരു വ്യക്തി വൈരാഗ്യം തോന്നുമല്ലോ നമുക്ക് മറ്റുള്ളവരോട്. അങ്ങനത്തെ അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ വളരെ ദാരുണമായിട്ട് എനിക്ക് മുറിവേറ്റു എന്നൊരു തോന്നല്. അല്ലെങ്കിൽ ചിലപ്പോ തോന്നും വളരെ ദാരുണമായിട്ട് എനിക്ക് മുറിവേറ്റു എന്നൊരു തോന്നല്. അല്ലെങ്കിൽ ഇനിയിപ്പോ ഇതിൽ കൂടുതൽ ഇപ്പൊ എന്ത് സംഭവിക്കാനാ, എല്ലാം ആയില്ലേ. ചില ആൾ അങ്ങനെ പറയൂലേ, ഇനിയിപ്പോ ഇതിൽ കൂടുതൽ എന്താ ഇനി സംഭവിക്കാനുള്ളത്, അങ്ങനെ ചിന്തിക്കൂല്ലേ ചില ആൾക്കാർ. ഇത്തരം ചിന്തകൾ അടിഞ്ഞുകൂടി 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 വരുമ്പോ അവരെ പതിയെ പതിയെ ഗ്രാജ്വലി ക്യാൻസർ എന്ന രോഗത്തിലേക്ക്. സ്വാധിഷ്ഠാന ചക്രം ഇംബാലൻസ് ആയാലും ഇതേ അവസ്ഥയാണ്. പിന്നെ തിമിരം അല്ലെ, ഒട്ടുമിക്ക ആൾക്കും പ്രായം ചെല്ലുമ്പോൾ തിമിരം. മുമ്പോട്ട് നോക്കിയാൽ ഇനിയിപ്പോ ഒരെത്തുംപിടി കിട്ടുന്നില്ലല്ലോ ദൈവമേ, അല്ലെ, എന്താ ചെയ്യാ, മുമ്പോട്ട് നോക്കിയാൽ ഒരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ, നമ്മുടെ ഭാവി ഇരുളടഞ്ഞു പോയല്ലോ എന്ന് തോന്നുക. ഓസ്ട്രേലിയ പോകാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ചില ആൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓസ്ട്രേലിയ പോകാൻ പറ്റാണ്ടിരിക്കുമ്പോ അതൊക്കെ മാറ്റിയാല് കണ്ണട വെക്കുന്നത് ഒഴിവാക്കാം. എന്നിട്ട് പറയുന്നത് ഞാൻ കണ്ണട വെച്ചിട്ടിരിക്കാം കേട്ടോ, എനിക്ക് പ്രായം കൊണ്ടാണ് എന്ന് വിചാരിച്ചോളൂ. കൊളസ്ട്രോള്. സന്തോഷത്തിന്റെ പാതകൾ അടഞ്ഞു പോയല്ലോ, വേറെ ആരൊക്കെയോ എന്നെ തടസ്സപ്പെടുത്തുന്നല്ലോ. പിന്നെ ചില ആളുകൾക്ക് ഇനി അടുത്തത് പറയാണ്, ചില ആളുകൾക്ക് വയറ്റിൽ കുളത്തി പിടിക്കുക ഇല്ലേ, ഗ്യാസ് ഇങ്ങനെ കുളത്തി പിടിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയൊക്കെ പറയാറ്. അത് അമിതമായിട്ടുള്ള മുൻകോപമുള്ള ആളുകൾക്ക് അത് സംഭവിക്കും, കുളത്തി പിടിക്കുക. അക്ഷമത, ക്ഷമിക്കാൻ കഴിയില്ല. നമ്മുടെ സർക്കംസ്റ്റാൻസസ്, ചുറ്റുപാടിനോടുള്ള വെറുപ്പ്. കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷയോടുള്ള പേടി, പരീക്ഷാ ഭയം. പിന്നെ ഈ കുടൽ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ, കുടൽ സംബന്ധമായിട്ട് അത് അരക്ഷിതാവസ്ഥ, നമുക്ക് ഉള്ള അരക്ഷിതാവസ്ഥ. കഴിഞ്ഞതിന്റെ എല്ലാം പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് തോന്നുക, കഴിഞ്ഞതെല്ലാം പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് തോന്നുക. ഞാൻ ഒന്നിനോടും ഒരു ഗൗരവം കൊടുക്കില്ല കേട്ടോ, അങ്ങനെ തോന്നും. എനിക്ക് ഒന്നിനോടും ഒരു ഗൗരവം ഇല്ല കേട്ടോ, അങ്ങനെ തോന്നുക. അടുത്തത് ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുക, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് തോന്നുക, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഒന്നും പൂർത്തീകരിക്കാൻ പറ്റൂലേ എന്ന് തോന്നുക. കടുത്ത മാനസിക പിരിമുറുക്കം ഉണ്ടാവുക. പിന്നെ ചുമ, ബ്രോങ്കൈറ്റിസ് അല്ലാത്ത ടൈപ്പ് ചുമ. അത് ചുമക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന മാനസികം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. മനസ്സിലായോ? മസിൽ പിടുത്തം, മസിൽ പിടിക്കും അതായത് ചില ആൾക്ക്. അപ്പൊ അതിന് മാനസിക പിരിമുറുക്കം ഒരു കാരണമാണ്. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റണില്ല, എന്താ ഞാൻ പറയാ, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അല്ലെങ്കിൽ ആരോ എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നൊരു തോന്നല്.
പിന്നെ ബധിരത, ചെവി കേൾക്കായ്മ, ഒറ്റപ്പെടുക, പിടിവാശി, എല്ലാം ത്യജിക്കുക, അല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടോ എന്ന് തോന്നുക, എന്നെ വെറുതെ വിട് അങ്ങനെ പറയാം, അല്ലെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട, എന്താ പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയാം. പിന്നെ പ്രമേഹം, പൂർവസ്ഥിതിയിലേക്ക് മടങ്ങാനുള്ള ഒരു ആഗ്രഹം. നിയന്ത്രണം വളരെ ആവശ്യമാണ് എന്ന് തോന്നുക, അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ദുഃഖം, ജന്മജന്മാന്തരങ്ങളായിട്ട് ദുഃഖത്തെ കടിച്ചമർത്തി ജീവിക്കുന്ന ആളുകൾ, കഴിഞ്ഞ ജന്മത്തിലും ട്രോമയായിട്ട് ദുഃഖം കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ജന്മത്തിലും പാസ്റ്റ് കുട്ടിയായിരിക്കുന്ന മുതൽ ഇങ്ങോട്ടുള്ള ഈ തരം വരെയുള്ള പ്രായത്തിലൊക്കെ ഭയങ്കര ദുഃഖപ്പെട്ട് ജീവിച്ചിട്ടുള്ള ആളുകൾ, അടിച്ചമർത്തി ദുഃഖപ്പെട്ട് കരഞ്ഞ് ജീവിച്ച ആളുകൾ, മനസ്സിൽ കുറെ ദുഃഖം അടക്കി വെച്ച് ജീവിച്ച ആളുകൾ, ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്നൊരു തോന്നൽ, പുറത്തേക്കൊന്നും വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ വരട്ട് ചൊറി, കരപ്പൻ, കരപ്പൻ രോഗം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ പറയോ കരപ്പൻ എന്നൊക്കെ പറയോ? ഒരു കാലത്തൊക്കെ ഇങ്ങനെ കുട്ടികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന രോഗമുണ്ടല്ലോ കരപ്പൻ എന്നൊക്കെ പറയുന്നു. വരട്ട് ചൊറി, ഇങ്ങനെ ഒരു വണ്ണത്തിൽ തടിപ്പ് വന്നിട്ട് റാഷസ് ആവുന്ന സാധനം ഇല്ലേ, അങ്ങനെ പറയത്തില്ലേ, അത്. എല്ലാത്തിനെയും എതിരിടുക, മനസ്സിൽ വികൃതമായ ചിന്തകൾ, കൺകുരു, കണ്ണിൽ പോളക്കുരു അങ്ങനെ പറയത്തില്ലേ ഇല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും, പോളക്കുരു പറയും ഇല്ലേ, കൺകുരു പറയില്ലേ, അത്. സ്വന്തം ജീവിതത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണാനേ ഇഷ്ടമല്ല. സ്വന്തം ജീവിതത്തില് അനിഷ്ടകരമായിട്ട് പലതും വരുന്നു, പക്ഷെ എനിക്കിത് കാണുന്നതേ ഇഷ്ടമല്ല. ഇനി ഗർഭാശയ രോഗങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ അതിന്റെ ഒരു ബാക്കി ഭാഗം, സ്വയം അംഗീകരിക്കുന്നില്ല, സ്ത്രീയോടുള്ള അല്ലെങ്കിൽ സ്ത്രീ ആയതിലുള്ള വെറുപ്പ്, തിരസ്കരിക്കുക. പിന്നെയോ അമിതമായിട്ട് അമിതമായിട്ട് സ്ത്രീ പുരുഷ തുല്യതയിൽ അട്ടിയുറച്ച് വിശ്വസിക്കുക, അല്ലെ, തുല്യത വേണം, ഞങ്ങൾക്ക് എല്ലാത്തിനും തുല്യത വേണം, അമിതമായിട്ട്. തുല്യത വേണം കേട്ടോ, വേണ്ടെന്നല്ല, അമിതമായിട്ടാവുമ്പോഴേ അങ്ങനെ പറയത്തില്ലേ, അമിതമായിട്ട് സ്ത്രീ പുരുഷ തുല്യത അമിതമായിട്ട് അത് തന്നെ എല്ലാ കാര്യത്തിലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഗർഭാശയ മുഴകളും സിസ്റ്റുകളും, അവനവന്റെ പങ്കാളിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മാനസിക ക്ഷതങ്ങൾ, സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ തിക്താനുഭവങ്ങൾ, അത് എപ്പോഴും ഓർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ വന്ധ്യത, അടുത്തതാണ് വന്ധ്യത, അമിതമായിട്ടുള്ള ഭയം, ലൈംഗിക സമ്മർദ്ദം, കുറ്റബോധം, മാനസിക പിരിമുറുക്കം. ഫ്രിജിഡിറ്റി, അടുത്തത് ഫ്രിജിഡിറ്റി, അമിത ഭയം, ലൈംഗിക ബന്ധത്തോടുള്ള തെറ്റായ വിശ്വാസം, തെറ്റായ ലൈംഗിക ബന്ധവിശ്വാസം. പിന്നെയോ അതല്ലെങ്കിൽ പിതാവിനോട്, അച്ഛനോടുള്ള അമിതമായിട്ടുള്ള പേടി, അച്ഛനെ ഭയങ്കര പേടിയാന്ന് പറയും ചില ആൾക്കാർക്ക്, ആരെയും പേടിയില്ല, അച്ഛനെ ഭയങ്കര പേടിയാണ്, അങ്ങനെ അമിത പേടി, പേടിക്കണം, അമിത പേടി. പിന്നെ കുറ്റബോധം.
പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്ത് വരുന്ന മുഴകൾ, ട്യൂമേഴ്സ്. കഴിഞ്ഞ കാലത്തെ വളരെ തിക്താനുഭവങ്ങളെ എപ്പോഴും താലോലിച്ചുകൊണ്ട് നടക്കുക. കടുത്ത പക, വൈരാഗ്യം, ഇവയെല്ലാം സാവകാശം സാവകാശം ഗ്രാജ്വലി നമ്മുടെ ശരീരത്തിൽ മുഴകളായിട്ട് രൂപാന്തരപ്പെടും. മൈഗ്രെയിൻ, അടുത്തത് മൈഗ്രെയിൻ. ഒന്നിനും കഴിവില്ല എന്ന് സ്വയം വിശ്വസിക്കുകയാണ്. എനിക്ക് ഒന്നിനും കഴിയില്ല, ഞാൻ ബലഹീനനാണ് എന്ന് തോന്നുക. ആരും എന്നെ നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്വയം വിമർശിക്കുക. ലൈംഗികപരമായിട്ടുള്ള ഭയം. അടുത്തത് കരള് വീക്കം. കേട്ടിട്ടുണ്ടോ കരള് വീക്കം? മാറ്റങ്ങളിൽ സംഭവിക്കുന്നു, ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങളിൽ ഉള്ള എതിർപ്പ്. മാറാൻ ഇഷ്ടമല്ല, ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടമല്ല, ഭയങ്കര അരിശം വരിക, വെറുപ്പ് വരിക. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാരണം. പിന്നെ ഹെർണിയ. ഹെർണിയ ബന്ധങ്ങളെല്ലാം പൊട്ടിത്തകർന്നു എന്ന് തോന്നുക. പൊട്ടിത്തകർന്ന ബന്ധങ്ങൾ, ഭയങ്കര ക്ലേശങ്ങൾ, പ്രാരബ്ധങ്ങൾ, സൃഷ്ടിയുടെ തെറ്റായ ഭാവപ്രകടനം. സൃഷ്ടി എന്ന് പറയുമ്പോൾ കലാസൃഷ്ടി മുതൽ പ്രത്യുൽപാദന സൃഷ്ടി വരെ എല്ലാം പെട്ടുകൊടുക്കും സൃഷ്ടി എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെ ചില ആളുകൾക്ക് നിയന്ത്രണമില്ലാതെ മലമൂത്രം പോവുക, ഒന്ന് ചുമച്ചാലൊക്കെ ചിലപ്പോൾ മൂത്രം പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നിയന്ത്രണങ്ങളില്ലാതെ മലമൂത്രങ്ങൾ പോവുക. വികാരങ്ങളുടെ അമിതമായിട്ടുള്ള പ്രവാഹം. വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന, അണകെട്ടി നിർത്തിയിരിക്കുന്ന വിചാരങ്ങളുടെ പുറത്തേക്കുള്ള പോക്കാണ്. പിന്നെ ഉറക്കമില്ലായ്മ, ഭയം. ഒന്ന്, ജീവിത പ്രക്രിയയിലുള്ള വിശ്വാസമില്ല. ജീവിതം മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ വിശ്വാസം. കുറ്റബോധം, മാനസിക സംഘർഷങ്ങൾ. പിന്നെ കിഡ്നി രോഗങ്ങൾ ഉണ്ടാവും, വൃക്ക സംബന്ധിച്ചിട്ടുള്ള വൃക്ക രോഗങ്ങൾ, കിഡ്നി ഡിസീസസ് അല്ലെ. അമിതമായിട്ടുള്ള വിമർശനം, ജീവിതത്തിലെ താളപ്പിഴകൾ, നിരാശ, തോൽവി, ഭയങ്കര ലജ്ജ കൂടുതലായിട്ട്, അല്ലെങ്കിൽ കുട്ടികളെ പോലെ പ്രതികരിക്കുക. പിന്നെ കിഡ്നി സ്റ്റോൺസ് കേട്ടോ, അത് അമിതമായിട്ടുള്ള പക. നമുക്ക് പക തീർത്താലും തീരാത്ത പക. അങ്ങനെ. പിന്നെ കാൽമുട്ട് രോഗങ്ങൾ, മുട്ടുവേദന, അത് ഇത് അങ്ങനെ ഇങ്ങനെ. ദുർവാശി, അഹന്ത, ഒന്നിനും വഴങ്ങാത്ത പ്രകൃതം, ഒന്നും അകത്തോട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. ശക്തിയില്ലായ്മ, ഇവയെല്ലാം കാൽമുട്ട് രോഗങ്ങൾക്ക്. പിന്നെ കാലുവേദന, പൊതുവെ കാല് കടത്തൽ അങ്ങനെ പറയില്ലേ, കാല് കഴപ്പ് അങ്ങനെ പറയത്തില്ലേ, ലെഗ് പെയിൻസ് എന്നൊക്കെ പറയില്ലേ, അത്. ഭാവിയെ കുറിച്ചിട്ടുള്ള ഭയങ്കരം ആകുലതപ്പെടുക, ഒന്നിൽ ഉറച്ചു നിൽക്കാനും തന്നെ ആഗ്രഹമൊന്നുമില്ല, യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടുക. പിന്നെ മെനോപോസ്, ആർത്തവ വിരാമ
പ്രശ്നങ്ങൾ, മെനോപോസ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര പ്രശ്നം, ആർത്തവ വിരാമങ്ങൾ ഭയങ്കര പ്രശ്നം. ആർത്തവ വിരാമം ഉണ്ടാവും എല്ലാവർക്കും, ഓക്കെ. പക്ഷെ അത് ഉണ്ടാവുമ്പോൾ അനുഭവിക്കുന്ന പല തരത്തിലുള്ള അൺവാണ്ടഡ് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അല്ലാണ്ട് ആർത്തവ വിരാമം വരാണ്ടിരിക്കാനല്ല, അതിനിപ്പോ ദൈവം തന്നെ വിചാരിക്കുന്നത്. അതല്ല ഉദ്ദേശിച്ചത്. അതായത് ഇനിയും എന്നെ ആവശ്യമില്ല, ഇത്രയും കാലം ആവശ്യമുണ്ടായിരുന്നു, ഇനി എന്നെ ആവശ്യമില്ല, ആർത്തമൊക്കെ വിരാമായി, ഇനി എന്നെ വേണ്ടാന്ന് തോന്നുക. സ്വയം തോന്നുകയാണെ, ആരും പറഞ്ഞിട്ടല്ല, അവർക്ക് സ്വയം തോന്നുകയാണ് ഇനി എന്നെ വേണ്ടി വരില്ല എന്ന് തോന്നുക. വാർദ്ധക്യം ബാധിച്ചല്ലോ എന്ന് തോന്നുക, സ്വയം ത്യജിക്കുക, ജീവിതത്തിന്റെ നല്ല കാലം തീർന്നല്ലോ എന്ന് തോന്നുക. അപ്പൊ മെനോപോസ് അതികഠിനമാവുന്നതിന്റെ കാരണം എങ്ങനെയാണ്? മൂക്കിന്ന് രക്തം വരും ചില ആളുകൾക്ക്, കേട്ടിട്ടുണ്ടോ? മൂക്കിൽ കൂടി ബ്ലഡ് വരുന്ന ചില ആൾക്കാർ. അത് അംഗീകാരം ലഭിക്കാനുള്ള ആഗ്രഹമാണ്. അംഗീകാരം ലഭിക്കണം, എന്നെയൊക്കെ അംഗീകരിക്കണം തോന്നുക. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ റണ്ണിങ് നോസ് ഇല്ലേ, മൂക്കൊലിപ്പ്, ജലദോഷം വന്നിട്ടാകുമ്പോ ഉണ്ടാവുന്നത്. ഞാൻ നിസ്സഹായനാണ്, എന്നെ സഹായിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. മൂക്കടപ്പ്, ഭയങ്കര മൂക്ക് ബ്ലോക്കാണ്, എപ്പോഴും ബ്ലോക്കിലുള്ള ആളുകളുണ്ട്. ഉണ്ടാ, മൂക്ക് വലിച്ചാൽ കിട്ടാത്തതാണ്. സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ല. സ്വന്തം ഭയങ്കര കഴിവൊക്കെ ഉണ്ടാവും, പക്ഷെ അത് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റാതിരിക്കുക. സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്ക് മൂക്ക് എപ്പോഴും മിക്കവാറും സ്റ്റിഫ്നെസ് ഉണ്ടാവാറുണ്ട്. സ്വന്തം കഴിവിനെ സ്വയം തന്നെ അംഗീകരിക്കില്ല. നിനക്ക് കഴിവുണ്ടോ എന്ന് തോന്നുക, സ്വയം തോന്നില്ല, എനിക്ക് ഇത്രയൊക്കെ കഴിയോ അല്ലേ, അങ്ങനെയൊക്കെ പറയും. ആണോ? അതാണ് ഈ പ്രശ്നം. ഇനി ശരീരത്തില് മരവിപ്പ് ഉണ്ടാവും, കാല് മരവിപ്പ്, കൈ മരവിപ്പ്. സ്നേഹവും അംഗീകാരവും, ഈ ശരീരത്തിലെ മരവിപ്പിനെ കുറിച്ച് പറഞ്ഞാല്, സ്നേഹവും അംഗീകാരവും പിൻവലിക്കപ്പെടുന്നല്ലോ എന്ന് തോന്നുക. മനസ്സുകൊണ്ട് തന്നെ അവര് മരവിച്ചു പോയി അല്ലേ, സ്റ്റക്ക് ആയിപ്പോയി. പിന്നെ അമിതവണ്ണം, ചില ആളുകൾ അമിതവണ്ണം, ഭയം, അല്ലെങ്കിൽ എന്താ പറയാ, സംരക്ഷണം ലഭിക്കുന്നില്ലല്ലോ എന്ന് തോന്നാം. സ്വന്തം വികാര പ്രകടനങ്ങളിൽ നിന്നും ഒളിച്ചോടുക, സ്വയം പരിത്യജിക്കുക. അമിത ഭക്ഷണം കഴിച്ചിട്ട് സ്വയം തന്നെ ശിക്ഷിക്കുകയാണ് അവർ. അടുത്തത് പാർക്കിൻസൺസ് രോഗം. എല്ലാത്തിനെയും എല്ലാവരെയും സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. മനസ്സിലായോ? എല്ലാം എന്റെ പരിധിയിൽ നിൽക്കണം, അങ്ങനെ തോന്നുക. എല്ലാത്തിനോടും വിദ്വേഷം. എന്നിട്ട് അതേ ആളുകൾക്ക് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോവോ എന്ന് പേടി. അപ്പൊ ഇതൊക്കെയാണ് പാർക്കിൻസൺസ് വരാനുള്ള ആത്മീയ കാരണം. പിന്നെ ആമാശയ വ്രണം അല്ലെ, അൾസർ, പെപ്റ്റിക് അൾസർ അല്ലെ, ഗാസ്ട്രിക് അൾസർ. അതെ, ഞാൻ നല്ലവനല്ല എന്ന് സ്വയം തോന്നുന്നു. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ചിട്ട് എന്റെ കാര്യം നേടണമല്ലോ എന്ന് തോന്നുക. പിന്നെ പ്രോസ്റ്റേറ്റ് വീക്കം, പുരുഷത്വം നഷ്ടപ്പെട്ടു പോകുക എന്നൊരു പേര്. ലൈംഗിക സമ്മർദ്ദം, കുറ്റബോധം, വാർദ്ധക്യം ബാധിച്ചു എന്ന് തോന്നുക. ഇതൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് കാരണമാവും. പിന്നെ സോറിയാസിസ്, ഉപദ്രവിക്കപ്പെടുമോ എന്നുള്ള പേടിയാ, ഉപദ്രവിക്കപ്പെടുമോ എന്നുള്ള പേടി. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ മരവിച്ചു പോയല്ലോ എന്ന് തോന്നുക. സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്മാറും. നിങ്ങൾ എല്ലാവരും ഇത് എഴുതുന്നുണ്ടോ?
എഴുതാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്പീഡ് പറഞ്ഞുകൊണ്ട് എഴുതാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. വാതരോഗങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ മെല്ലെ സംസാരിക്കുന്നത്, നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. വാതരോഗങ്ങൾ. ഇപ്പൊ ജീവിതത്തില് നമ്മള് ബലിയാടായി പോയി എന്ന് തോന്നുകയാണ്, സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നുകയാണ്. ദീർഘകാലമായിട്ടുള്ള കൈപ്പേറിയിട്ടുള്ള അനുഭവങ്ങൾ, സാഹചര്യങ്ങള്, വൈരാഗ്യ ബുദ്ധി, സൈനസൈറ്റിസ്. പ്രത്യേകം അടുപ്പമുള്ള ഒരു വ്യക്തിയോട് നിരന്തരമായിട്ടുള്ള ദേഷ്യം. വളരെ അടുപ്പമുള്ള വ്യക്തിയോട് എപ്പോഴും ദേഷ്യപ്പെട്ടോണ്ടിരുന്നാല് നിങ്ങൾക്ക് സൈനസൈറ്റിസ് വരും കേട്ടോ. ആത്മീയ കാരണം പറഞ്ഞാണ്, ഭൗതിക കാരണങ്ങൾ വേറെ ഉണ്ടാവും. അത് അതിന്റെ വഴിക്ക് പോട്ടെ. അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നുന്നു, എന്താ അറിയോ, എന്നെ നിരന്തരമായിട്ട് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് തോന്നുക. ഇതൊക്കെ എന്താ? സൈനസൈറ്റിസിന് കാരണം. പിന്നെ നട്ടലിന്റെ ഡിസ്ക് പ്രോബ്ലം. ജീവിതത്തില് അവന് ഭയങ്കരം ഒരു നിരാശ്രയമാണ്, ആശ്രയമൊന്നും ഇല്ല എന്ന് തോന്നുക. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറവ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അവര് കംപ്ലീറ്റ് ആടി ഒലഞ്ഞു പോകും. ചെറിയ പ്രശ്നം കിട്ടിയാൽ പിന്നെ പ്രശ്നമായി, അല്ലെ? ഇതാണ് ഈ ഡിസ്ക് പ്രോബ്ലം വരാനുള്ള ഒരു കാരണം. ത്രോട്ട് കൺജങ്ഷൻ, അതായത് തൊണ്ട അടഞ്ഞു പോകും, അല്ലെ? തൊണ്ടയടപ്പ് പറയത്തില്ല. അരിശം മൂത്തിട്ടേ പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആൾക്കാർ. സ്വയം പ്രകടിപ്പിക്കാൻ കഴിവില്ലായ്മ. തളർവാദം. കൈവെടിയുക, എതിർപ്പ് പ്രകടിപ്പിക്കുക, മാറ്റം വരുത്തുന്നതിലും ഭേദം. നമുക്കിപ്പം ആരെങ്കിലും കുറച്ച് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാല്, മാറ്റം വരുത്തുന്നതിലും ഭേദം മരിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അയാൾ നല്ല മരിക്കണയാണ്, അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞുകൂടാന്ന് ഇപ്പൊ മനസ്സിലാക്കണം. അതിനേക്കാൾ നല്ല മരിക്കണയാ എന്നൊക്കെ പറയും ചില ആളുകൾ. സംസാരത്തിലൊക്കെ പലപ്പോഴും പല ആളുടെയും വാക്കിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കും ഈ തളർവാദത്തിലേക്കുള്ള പോക്കാണ്. പിന്നെ വിക്ക്, ഇല്ലേ? ഇപ്പൊ സംസാരിക്കാൻ വിക്കുള്ള ആളുകൾ. വിക്ക്, സുരക്ഷിതത്വമില്ലായ്മ, സ്വയം പ്രകടിപ്പിക്കാനുള്ള കഴിവ് ഇല്ലായ്മ, കരയാൻ അനുവദിക്കുന്നില്ല, അല്ലേ? ഒന്ന് പൊട്ടി കരഞ്ഞൂടെ എന്ന് പറയുമ്പോ കരയാൻ അനുവദിക്കുന്നില്ല. ആരോ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു, കരയാൻ വിടുന്നില്ല. തൊണ്ടയിലങ്ങ് കയറി പിടിക്കുക, കരയാൻ വിടുന്നില്ല. അമിത ഭയം, ഇവയെല്ലാം വിക്കിന് കാരണം. ഇനി ചെവി അടപ്പ്. ചെറിയ ആൾക്ക് ചെവി അടപ്പ് വരത്തില്ലേ? മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഉൾവിളികൾ കേൾക്കാൻ താല്പര്യമില്ല. നമുക്ക് ചില എല്ലാ മനുഷ്യർക്കും ചില ഇൻറ്റ്യൂഷൻസ് ഒക്കെ വരും. ഇൻറ്റ്യൂഷനെ തീരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ചെവി അടപ്പുണ്ടാവും. ഇൻറ്റ്യൂഷൻസിനെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ യോഗ മാർഗത്തിലൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ ഇൻറ്റ്യൂഷൻസ് ഒക്കെ വരും. അതിനെയൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. മനസ്സിലായില്ല? അല്ലെങ്കിൽ അമിതമായ പിടിവാശി. പിന്നെ അടുത്തത് TB, ക്ഷയം. സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്വയം ജീർണിച്ചു പോവുക. സ്വാർത്ഥത ഭയങ്കര ഉണ്ടാവും. അല്ലെങ്കിൽ സ്വാർത്ഥത അടിച്ചേൽപ്പിക്കുക, വളരെ ക്രൂരമായിട്ട് ചിന്തിക്കാൻ തോന്നുക, ഭയങ്കര വൈരാഗ്യ ബുദ്ധി ഉണ്ടാവുക. ഇവയൊക്കെ TBക്ക് കാര്യമാവും. പിന്നെ വെരിക്കോസ് വെയിന് നമ്മൾ അതായത് വെറുക്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവിടെ തന്നെ നിൽക്കേണ്ടി വരികയാണ്. നമ്മളെ എല്ലാവരും അങ്ങോട്ട് നിരുത്സാഹപ്പെടുത്തുക. ഞാൻ അമിതമായിട്ട് അധ്വാനിച്ചു,
ലൈഫിൽ. അമിതമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തളർന്നുപോയി, ഇനി വയ്യ എനിക്ക് എന്ന് തോന്നുക. ഇതൊക്കെയാണ് വെരിക്കോസ് വെയിനൊരു കാരണം. ഇനി ബോധം കെടുക, ഇങ്ങനെ ബോധം കെട്ട് വീണ് പോകുന്ന ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം മറിഞ്ഞ് വീണ് പോകുന്ന ആൾ, പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല ഒന്നിനും, തളർന്നു പോവുകയാണ്, മൊത്തം ഇരുളടഞ്ഞു പോവുകയാണ് എന്നൊക്കെ ചിന്തയുള്ള ആളുകൾ. ഇനി വെള്ളപ്പാണ്ട് വരത്തില്ല. എല്ലാവരാലും ഞാൻ തിരസ്കരിക്കപ്പെടുവാണ്, ഒറ്റപ്പെടുകയാണ്, ഒരു മേഖലയിലും തന്നെ ആരും ഉൾപ്പെടുത്തുന്നില്ലല്ലോ എന്ന് തോന്നുക. പിന്നെ എക്സിമ, എല്ലാത്തിനോടും എതിര് നിൽക്കുക, മനസ്സിൽ വിപരീതമായിട്ടുള്ള ചിന്തകൾ നിൽക്കുക. പിത്തസഞ്ചിയിൽ കല്ല്, കൈപ്പേറിയ അനുഭവങ്ങൾ, വളരെ കാഠിന്യമുള്ള ചിന്തകൾ, പെട്ടെന്ന് വിധി കൽപ്പിക്കുക, കാര്യങ്ങൾ എന്താ മനസ്സിലാക്കാതെ, ഭയങ്കര അഹങ്കാരം ഉണ്ടാവുക, നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ, അലിയിച്ച് കളയാൻ സാധിക്കാത്ത പക, ഇവയൊക്കെ പിത്തസഞ്ചിയിലെ കല്ലുണ്ടാക്കാൻ സാധിക്കും. പിന്നെ അപ്പൻഡിക്സ് രോഗമില്ലേ, ഈ വയറുവേദന പെട്ടെന്ന് വരുന്ന അപ്പൻഡിക്സ്, മാറ്റങ്ങളെ എതിർക്കുക, ട്രാൻസ്ഫോർമേഷനെ എതിർക്കുക. നമ്മളിൽ യൂണിവേഴ്സ് തരുന്ന മാറ്റങ്ങളെ നമ്മൾ എതിർക്കാൻ ശ്രമിച്ചാൽ, പിന്നെ ഭയവും ദേഷ്യവും വെറും, പിന്നെ മുറിവുകൾ, കട്ട് ഇഞ്ചുറീസ്, അരിശം, കുറ്റബോധം, തളർച്ചയും ക്ഷീണവും, മാനസികമായിട്ടുള്ള ഒരു വിശ്രമം നമുക്ക് ആവശ്യം എന്നതിന്റെ അർത്ഥം. ഛർദി, ചില ആശയങ്ങളോട് നമുക്ക് ഉണ്ടാവുന്ന എതിർപ്പ്, നിങ്ങളുടെ ഈ ആശയങ്ങളൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ എന്നല്ല ഒരു എതിർപ്പ്. പുതിയ ആശയങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റണില്ല, പുതിയ എന്തൊക്കെ കാഴ്ചപ്പാടല്ലേ ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ എന്നൊക്കെ തോന്നില്ലേ ചിലർക്ക്. ഇപ്പോഴത്തെ ആശയങ്ങൾ ദഹിക്കണില്ലാത്ത, നമ്മളെ പോലെ പഴയ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഈ ആശയങ്ങൾ ദഹിക്കില്ല പുതിയ ആൾക്കാരുടെ, അപ്പൊ അതൊക്കെ ഛർദി ഉണ്ടാക്കും. പിന്നെ കോച്ചിപ്പിടുത്തം, മസില് കോച്ചിപ്പിടുത്തം, നമ്മളെന്താ പറയാ, സ്പാംസ്, ഭയം കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടത്. പിന്നെ പൊള്ളൽ ഉണ്ടാവും, ഇടക്കിടക്ക് പൊള്ളൽ വന്നുകൊണ്ടിരിക്കുക, പൊള്ളല്, അരിശം കൊണ്ട്, ദേഷ്യം കൊണ്ട് നമ്മളിങ്ങനെ കിടന്ന് ജ്വലിക്കുക. ഇത്തരം ആളുകൾക്ക് മിക്കവാറും അടുക്കളയിൽ നിന്ന് ഇടക്കിടക്ക് പൊള്ളൽ കിട്ടിക്കൊണ്ട്, മനസ്സിലായില്ലേ? ചോറ് വാർക്കുമ്പോ കഞ്ഞിവെള്ളം വീണുപോയി, അയ്യോ ഞാൻ പാത്രം തൊട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവിക്കും. അമിതമായിട്ടുള്ള ദേഷ്യം കൊണ്ട് തിളക്കുക, ഇതാണെങ്കിൽ പുറത്ത് വിടാനും പറ്റണില്ല ദേഷ്യം, അങ്ങനെയുള്ള ആളുകൾക്ക്. പിന്നെ നീർക്കെട്ട്, ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകും, അണകെട്ടി നിർത്തിയിരിക്കുന്ന അരിശം, സ്വയം ശിക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? ശ്വാസതടസ്സം, അത് എഴുതിക്കോളൂ. ശ്വാസതടസ്സം, ഭയം, ജീവിതത്തിൽ വിശ്വാസമില്ല, ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴോ സ്റ്റക്കായി പോയിട്ടുണ്ട് എന്ന തോന്നല്. ഇനി മോഷൻ സിക്നസ് അല്ലെ, ചിലപ്പോൾ വണ്ടിയിലേക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ തോന്നും ചില ആളുകൾക്ക്. യാത്ര പറ്റാത്ത ആളുകൾ, ദൂരം വഴിക്കൊക്കെ ബസ്സിലൊക്കെ യാത്ര പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്, ഛർദിയൊക്കെ വരുന്നത്. അപ്പൊ അത് ഭയമാണ് ഒന്ന്, തടവറയിലാണ് എന്നുള്ളൊരു വിശ്വാസമുള്ള ആളുകളാണ്, എവിടെയെങ്കിലും ഞാൻ കുടുങ്ങിപ്പോകുമോ എന്നൊരു പേടി, കുടുക്കിൽ പെട്ടുപോകുമോ എന്നൊരു പേടി, ഇതൊക്കെയാണ് ഇതിന്റെ കാരണം. അപ്പൊ ഞാൻ ഇത് തന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കേണ്ടത് ഹൗ ടു ബിക്കം എ ഗുഡ് റേക്കി ഹീലർ. നമ്മൾ ഒരു റേക്കി ചെയ്യുമ്പോൾ, നമ്മുടെ ശരീരത്തിലോട്ട് കൊടുക്കുമ്പോൾ, ശരീരത്തിൽ ഇന്ന രോഗത്തിന് ചെയ്യുമ്പോൾ ആ ഒരു പോർഷനിൽ മാത്രം ചെയ്താൽ പോരാ, അതിന് കാരണമായിരിക്കുന്ന മാനസിക വൈകാരിക ഭാവത്തിലും നമ്മൾ ഹീൽ ചെയ്യണം. അപ്പൊ എന്താവും? വളരെ ഡീപ്പർ ലെവലിലെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കും.
ഇത് കാര്യങ്ങളൊന്നും പൊതുവെ ആരും തരാറില്ല. എന്നെ ഒരാളെ വിളിച്ചിട്ട്, റേക്കി പഠിച്ച ഒരാളാണ്, ദുബായിലുള്ള ഒരാളാണ്, 3 ലെവലും പഠിച്ചിട്ടുള്ള ഒരു ചേച്ചിയാ. അവരെന്നോട് പറയാ, നിങ്ങളുടെ വീഡിയോ ഞാൻ ഇപ്പൊ ഈ അടുത്ത കാലത്താ കാണാൻ തുടങ്ങിയത്. ഞാൻ പഠിച്ചിട്ടുള്ള ആളാട്ടോ. ഇങ്ങനെയൊക്കെ റേക്കി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. എനിക്കിതൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അതിപ്പോ എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? നിങ്ങൾ അവരോട് ചോദിക്കണം, പഠിച്ച അവരോട് എന്താ തരാത്തതെന്ന്. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. ദീക്ഷയൊക്കെ കിട്ടിട്ടോ, 3 ലെവല് ദീക്ഷയൊക്കെ മേടിച്ച് പൈസയൊക്കെ കൊടുത്തു ഒക്കെ കിട്ടി. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് അറിഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹൗ ടു ബിക്കം എ ഗുഡ് റേക്കി ഹീലർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അതാണ് ചിന്തിക്കേണ്ടത്. ഇനി നമ്മൾ